ഒന്ന് ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ എൻ്റെ പാസ്പോർട്ട് അങ്ങേക്ക് തരാം. അപ്പോൾ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുമല്ലോ. ഞാൻ ദുബായിൽ പോയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ 4 തവണയെങ്കിലും പോയിട്ടുണ്ട്. ഒന്ന് അങ്ങയുടെ അഭിലാഷ് അങ്ങയുടെ വിദേശയാത്രയെ കുറിച്ചുള്ള ചർച്ചയായി ഇതിനെ ചുരുക്കരുത്. അതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് ഗാന്ധിജി നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് ഞങ്ങളെ അവഹേളിക്കരുത്. ഇല്ല, അല്ല, അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ അത് എന്താ അങ്ങനെ ഒരു ആരോപണം പറഞ്ഞതല്ലേ, അതിനൊരു വരി പറയാം. അദ്ദേഹം മറുപടി പറയാതിരിക്കുമോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കാര്യം. ഞാനൊരു കാര്യം ക്ലാരിഫൈ ചെയ്ത് പോകണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്ന് ഏഷ്യ വിഷന്റെ അവാർഡ് വാങ്ങിക്കാൻ ദുബായിൽ പോയിട്ടുണ്ട്, മാക്സ് വിഷന്റെ അവാർഡ് വാങ്ങിക്കാൻ ദുബായിൽ പോയിട്ടുണ്ട്, മാസ് എന്ന ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സംഘടനയുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാര്യ വീട് നിൽക്കുന്ന പുറത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രദേശവാസികളുടെ അവിടുത്തെ ഒരു പ്രാദേശിക കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ നിങ്ങൾ ഈ പറയുന്ന ഒരു സംഘടനയുടെ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. 2 തവണ അമേരിക്ക പോയിട്ടുണ്ട്. ഒരു തവണ എഡ്വാർഡ് ആർ മൂറോ ഫെലോഷിപ്പിന്റെ ഭാഗമായി പോയി. പിന്നെ IPCN എന്ന് പറയുന്ന അവിടുത്തെ ഒരു വലിയ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി. നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. പിന്നെ ഞാൻ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ നിന്ന് ഈന്തപ്പഴം പോട്ടെ ഒരു ചായയെങ്കിലും വാങ്ങിച്ചു കുടിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ നിങ്ങൾ തെളിയിച്ചോ, പൊതുസമൂഹത്തോട് പറഞ്ഞോ. അന്വേഷണ ഏജൻസികളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഞാൻ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ നയിച്ചു മാത്രമേ ജീവിച്ചിട്ടുള്ളൂ, ജോലിയെടുത്ത് മാത്രമേ ഏതെങ്കിലും തരത്തിൽ സമ്പാദിച്ചിട്ടുള്ളൂ. അതൊക്കെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അന്വേഷിക്കാനും പരിശോധിക്കാനുള്ള എല്ലാ അവസരവും സാഹചര്യവും ഉണ്ടല്ലോ. യു ഡു ഇറ്റ് പ്ലീസ്. അത് ഒന്നാമത്തെ കാര്യം. അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്കാവാം. ഞാൻ അതിന് റെഡിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്നേ വരെ 17 കൊല്ലമായിട്ട് വാർത്താ പ്രവർത്തനം നടത്തുന്നത് ഞാൻ വിശ്വസിക്കുന്ന മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ട് മാത്രമാണെന്ന ബോധ്യം എനിക്കുണ്ട്. നിങ്ങൾക്കതിൽ സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ അത് അന്വേഷിക്കാം. അത് ആണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലോസ് ചെയ്ത് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചർച്ച നടത്തിയ വിഷയത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് ഗാന്ധിജി പരാമർശ വിധേയമാകുന്നു എന്ന് പറയുമ്പോൾ ശ്രീ സന്ദീപ്, മുമ്പ് അമിത്ഷാ ഒരിക്കൽ ചതുരായി ബനിയ എന്ന് ഗാന്ധിജിയെ വിളിച്ചിട്ടുണ്ട്. കൗശലക്കാരനായ ബനിയ എന്ന് ഗുജറാത്തുകാരൻ തന്നെ അമിത്ഷാ വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് വളരെ ഡീപ്പായി മനസ്സിൽ കിടക്കുന്ന ഹേറ്റ്രഡ് ഇങ്ങനെ ഓരോ സന്ദർഭം വരുമ്പോൾ വ്യാജസ്തുതികൾ, നിന്ദാസ്തുതികൾ എന്ന് നമ്മൾ പറയില്ലേ, ആ രൂപത്തിൽ പുറത്തേക്ക് വരുന്നതാണോ? അഭിലാഷ് അല്പസമയം തരണം. ഇവിടെ അഭിലാഷ് നേരത്തെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് താങ്കൾ എല്ലാ കാലത്തും മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടയാളാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഞാൻ താങ്കളുടെ വ്യക്തിപരമായിട്ട് പറയാൻ ആഗ്രഹിച്ച ഒരാളല്ല. പക്ഷേ മുഴുവൻ മാധ്യമ ഫ്രട്ടേണിറ്റിയും പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ പറയാം നിങ്ങളെ കൂടി പറഞ്ഞത്, നിങ്ങൾ ചേർത്ത് പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ഫസൽ ഗഫൂറിന്റെ അടക്കമുള്ള പരാമർശങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും താങ്കൾ പറയാതെ തന്നെ അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുന്ന കാലമാണ് കടന്നു പോകുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അവരെങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ സംഘടനകളുടെ പരിപാടികൾ പോയിട്ടുണ്ട്, ഇതെല്ലാം പരിശോധന വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഏജൻസികളുടെ അന്വേഷണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. അത് അന്വേഷിക്കണമെന്ന് താങ്കൾ പറയുന്നു, അന്വേഷിക്കട്ടെ എന്ന് ഞാനും പറയുന്നു. അതവിടെ നിർത്തുന്നു. അടുത്ത കാര്യം, അങ്ങ് പറഞ്ഞത് അങ്ങ് മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ്. അപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയോട് ചേർത്തിട്ട് പറയാം, കോൺഗ്രസ് ആണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്. ജമാഅത്തെ ഇസ്ലാമി തീവ്ര വർഗീയ സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട്, ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ ഘടകമാണ്, അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ഘടകമാണ് 3 മില്യൺ ബംഗാളികളെ, അതായത് ബംഗാളി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത്, ലോകത്തിൽ ഹിറ്റ്ലറേക്കാൾ അധികം വലിയ കൂട്ടക്കൊല നടത്തിയത്, അതിന് നേതൃത്വം കൊടുത്തത് ഇവിടെ കിഴക്കൻ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി ബംഗ്ലാദേശിലെ കോടതി വിധിച്ചപ്പോൾ അതിനെതിരായി പ്രതികരിച്ചത് ഒന്ന് കേരളത്തിലെ മാധ്യമം ദിനപത്രവും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും. അന്ന് മീഡിയ 1 ചാനൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവരെല്ലാവരും വാസ്തവത്തിൽ ഒരേ സംഘടനയുടെ ഭാഗമാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും, ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഇതെല്ലാം ഒരേ സംഘടനയാണ്, ഒരേ ഫൗണ്ടറാണുള്ളത്, മൗദൂദിയാണുള്ളത്. ആ മൗദൂദിയുടെ മീഡിയ 1 ചാനലായിരുന്നു മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്ന അഭിലാഷ് മോഹൻ നേരത്തെ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് വല്ലാതെ മൂല്യാധിഷ്ഠിത പത്രത്തെ കുറിച്ചൊന്നും ക്ലാസ് എടുക്കരുത്. താങ്കൾ അവരുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദി സംഘടനയുടെ അല്ലെങ്കിൽ തീവ്ര ചിന്താഗതിയുള്ള സംഘടനയുടെ പേറോളിൽ ഉണ്ടായിരുന്നയാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമല്ല മീഡിയ 1 ചാനൽ. അത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമമാണ്. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഈ മാനേജ്മെന്റ് ലെവലിലുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ചാർജസ് ഒക്കെ പറഞ്ഞല്ലേ സന്ദീപ് വാര്യരെ ആ ചാനൽ നിരോധിച്ചതിന് സുപ്രീം കോടതി പോയപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടല്ലോ. സുപ്രീം കോടതിയുടെ ഉത്തരവ് വായിച്ചില്ലേ നിങ്ങൾ? ഒരുപാട് ബുദ്ധിമുട്ടില്ല. എന്താണ് ഈ പറഞ്ഞ രാജ്യവിരുദ്ധ ഭീകര പ്രവർത്തനമൊക്കെ കോടതിയിൽ സ്ഥാപിക്കാൻ കഴിയാതിരുന്നത്? അങ്ങനെ ഒരു സ്ഥാപനത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കാമോ ഒരു രാജ്യത്ത്? ഈ രാജ്യത്തിന്റെ അഖണ്ഡത ചോദ്യം ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ പൂട്ടണ്ടേ? പറ്റിയില്ലല്ലോ. സുപ്രീം കോടതി ഉത്തരവുണ്ടല്ലോ. അപ്പൊ അത്രേ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഇനി ഗാന്ധിജിയുടെ കാര്യം ഞാൻ പറയാം.
ഞാൻ പറയാം, അതിലേക്ക് വരാം. ഒരു 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഞാൻ മീഡിയ വണ്ണിൽ നടന്നിട്ടുള്ള ഭീകരപ്രവർത്തനത്തെ കുറിച്ചല്ല പറഞ്ഞത്. അതിന്റെ ഫൗണ്ടർമാരായിട്ടുള്ള നിങ്ങൾക്ക് ശമ്പളം തന്നിരുന്ന അതിന്റെ മാനേജ്മെന്റിൽ ഉണ്ട് എന്ന് അഭിലാഷ് തന്നെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ നടത്തിയിട്ടുള്ള 3 മില്യൺ ഹിന്ദുക്കളുടെ കൂട്ടക്കൊലയെ കുറിച്ചാണ് പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം കിഡിന് ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുക്കാൻ മടിയില്ലാത്ത മാധ്യമ ദിനപത്രത്തിന്റെ ഓണർമാരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിം കിഡിന് ആവശ്യമുണ്ട് എന്ന് പരസ്യം കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. ഇപ്പൊ ഞാൻ അവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് എന്റെ ഒരു മൂല്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അങ്ങനെ മൂല്യ വിരുദ്ധമായ ഞാൻ പറഞ്ഞെങ്കിൽ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാം. അതാ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ കള്ള് ഷാപ്പിൽ ജോലി ചെയ്തതിനു ശേഷം മദ്യനിരോധനത്തെ കുറിച്ച് പ്രസംഗിക്കരുത്, അത്രേ പറയാനുള്ളൂ. അല്ല, ഇതിൽ കള്ള് ഷാപ്പ് പ്രസംഗിക്കരുത്, ഇത്രേ പറയാനുള്ളൂ. അല്ലല്ല, ഞാൻ പറയുന്ന മൂല്യത്തിന് ഒറ്റ വാചകമേ ഉള്ളൂ. ഞാൻ പറയുന്ന മൂല്യത്തിന് വിരുദ്ധമായ ഒരു വാചകം കഴിഞ്ഞ 17 വർഷത്തിനിടയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി സന്ദീപിന് ചൂണ്ടിക്കാണിക്കാം. ഞാൻ അതിനും ഓപ്പണാണ്. അതിൽ എനിക്കൊരു പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ മഹാത്മാഗാന്ധിയുടെ കൊലപാതകത്തെ തുടർന്ന് നിരോധിച്ച സംഘടനയാണ് RSS. ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച 1975-ലും RSSനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് ഇപ്പോ നിങ്ങളും അവരും തമ്മിലുള്ള പോരാട്ടം ഏത് നിലയിൽ സമൂഹം കാണണമെന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്താണ് ഗാന്ധിയോട് ഇത്ര ഡീപ്പ് റൂട്ടഡ് ആയ ഹേറ്റ്രഡ് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അത് അവസാനിപ്പിച്ചു തന്നെ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ അവരെ പോലെ സംഘടനയുടെ സ്ഥാപനത്തിൽ ജോലി ശേഷം മതേതരത്വവും മൂല്യമൊന്നും പറയണ്ട, അത് പറയണ്ടെന്നേ ഉള്ളൂ. സന്ദീപേ, താങ്കൾ തന്നെയല്ലേ പണ്ട് എന്താണ് പറയുന്നില്ലല്ലോ, പണ്ട് പഴയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, കാശ്മീരികളെ എങ്ങനെയോ കൊല്ലണം എന്നൊക്കെ. അതൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് പോണോ? ഇല്ലല്ലോ. അപ്പൊ വേറെ ഏതെങ്കിലും സന്ദീപായിരിക്കും. അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളത് അല്ല, അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളതിന്റെ എനിക്കെതിരെ നടത്തിയില്ല. അല്ല, അത് ഫേക്ക് ആയിരുന്നു എന്നുള്ളതിന്റെ നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ കിട്ടും. ഗാന്ധിജിയെ കുറിച്ച് പറയാം, നെറ്റ് എത്ര കിടക്കുന്നുണ്ട്. ഇനി ഇവിടെ അല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ കലാപം ഉണ്ടാക്കിയതിൽ ഏറ്റവും അധികം തവണ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ജുഡീഷ്യൽ കമ്മീഷനുകൾ കണ്ടെത്തിയിട്ടുള്ള സംഘടനയുടെ പേരാണ് RSS. നമ്മൾ അത്രയും രൂക്ഷമായിട്ടൊക്കെ ചർച്ച ചെയ്ത് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. വേണമെങ്കിൽ ചർച്ച ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഗാന്ധിജിയുടെ കാര്യം പറയാം. അല്ല, അഭിലാഷ് പറഞ്ഞ കണക്ക് എവിടുത്തെന്ന് എനിക്കറിയില്ല. അഭിലാഷ് വേറെ വല്ലയിടത്തും വായിച്ച കണക്കെടുത്ത് എത്രയോ ഇന്ത്യൻ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷനുകൾ. അല്ല, അഭിലാഷേ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ നിങ്ങൾ കണക്കുദ്ധരിക്കുന്ന സമയത്ത് അത് ആധികാരികമായിട്ടുള്ള കണക്കായിരിക്കണം. നിങ്ങൾക്ക് സൗകര്യമുള്ള ആളുകൾ എഴുതിയ കണക്കെടുത്ത് കൊണ്ടുവന്ന് പറയരുത്. ഇനി ഇവിടെ ശിവദാസൻ പറഞ്ഞൊരു കാര്യത്തിന് ഞാൻ പറയട്ടെ. ശിവദാസൻ പറഞ്ഞൊരു കാര്യം എന്താ? ശിവദാസൻ പറഞ്ഞത് അദ്ദേഹം ക്ലാരിഫിക്കേഷൻ ചെയ്യണം. ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞത് ആരാണെന്ന് അദ്ദേഹം ഒന്ന് ഈ ചർച്ചയിൽ പറയണം. കാരണം അതിന്റെ സത്യാവസ്ഥ അഭിലാഷിന് പറയുന്നുണ്ടായിരിക്കും. അത് ആര് പറഞ്ഞതാണ്, അത് ഏത് സാഹചര്യത്തിൽ ഞാൻ കോട്ട് ചെയ്തതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയേണ്ടത്. അപ്പോൾ അത് പറഞ്ഞത് തെറ്റാണെങ്കിൽ ശിവദാസൻ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിൽ സഹപ്രവർത്തകനായിട്ടുള്ള സ്വരാജ് ആണത് പറഞ്ഞത്. ഒരു ചർച്ചയിൽ സ്വരാജാണ് ആ കാര്യം പറഞ്ഞത്. സ്വരാജ് പറഞ്ഞത് അതേ ചർച്ചയിൽ അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി കോട്ട് ചെയ്ത എന്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി, അടർത്തിയെടുത്ത് മാറ്റി. ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ആധാരമായിട്ടുള്ള മോദി ഗാന്ധിയെ വിമർശിച്ചു എന്ന് പറയുന്നത് പോലെ ഒരു കള്ള വ്യാഖ്യാനം ചമച്ച് നടത്തുന്ന ചർച്ചയുണ്ടല്ലോ, അതുപോലെ നിങ്ങളുടെ ആളുകൾ നടത്തിയിട്ടുള്ള പ്രചരണം മാത്രമാണ് അത്. ശിവദാസൻ വസ്തുതകൾ പഠിച്ച ശേഷം പറയണം. സ്വരാജിനോട് ചോദിച്ചു നോക്ക്, കുണ്ടന്നൂർ MLA ചോദിച്ചു നോക്ക്, ആരാണത് പറഞ്ഞത്. മനോരമ നടത്തിയ ചർച്ചയിൽ സ്വരാജ് പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയണം. ഈ സൈബർ അന്തംഗമ്മികൾ പറയുന്ന കാര്യങ്ങൾ, പടച്ചുവിടുന്ന കാര്യങ്ങൾ ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് ഛർദ്ദിക്കരുത്, ഇതാണ് പറയാനുള്ളത്. ഇനി ജ്യോതികുമാർ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ജ്യോതികുമാർ പറഞ്ഞ കാര്യങ്ങളെ യോജിക്കുകയാണ്. ലോകത്തെ പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ, പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടൈം മാഗസിനിൽ ഗാന്ധിജിയെ കുറിച്ചുള്ള ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഒരു നോർത്ത് അമേരിക്കയിലുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ ടൈം മാഗസിൻ വായിച്ചിട്ടോ, ടോൾസ്റ്റോയ് പറഞ്ഞത് വായിച്ചിട്ടോ, ഐൻസ്റ്റീൻ പറഞ്ഞത് കേട്ടിട്ടോ ഗാന്ധിയെ വിലയിരുത്തില്ലല്ലോ. അവരിലേക്ക് ഗാന്ധിയെ എത്തിക്കാൻ നമ്മൾക്ക്, അതായത് വിദേശികൾ ഗാന്ധിയെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ പോലും നമുക്ക് ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ പരാജയം സംഭവിച്ചു. നമ്മൾ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കണമായിരുന്നു. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെയും പരിഹാരം ഗാന്ധിയൻ തത്വങ്ങളിലുണ്ട് എന്ന് വളരെ പോസിറ്റീവായി പറഞ്ഞൊരു കാര്യത്തെ ഈ തരത്തിൽ വളച്ചൊടിച്ച് വക്രീകരിച്ച് ചർച്ച ചെയ്യുന്നത് വാസ്തവം നിങ്ങൾക്ക് ഗാന്ധിയോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഗാന്ധിയെ ആരൊക്കെ വിമർശിച്ചു എന്നുള്ള കാര്യം, വാർധയിലെ കള്ളസന്യാസി എന്ന് മഹാത്മാഗാന്ധിയെ ആക്ഷേപിച്ച
ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൊന്നും അക്കാര്യത്തിൽ ട്യൂഷൻ എടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. ശിവാസം മനസ്സിലാക്കിയാൽ മതി. ഗാന്ധി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഗാന്ധിയെ പുലഭ്യം പറഞ്ഞുകൊണ്ട് നടന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഞങ്ങൾക്കൊരിക്കലും ഗാന്ധിയെക്കുറിച്ച് ട്യൂഷൻ എടുക്കണ്ട. RSSകാരന്റെ എല്ലാ ദിവസവും ഉള്ള പ്രാതസ്മരണയിൽ ഉൾപ്പെട്ടിട്ടുള്ള പേരാണ് മഹാത്മാഗാന്ധിയുടേത്. എല്ലാ ദിവസവും ആദരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള ഭാരതീയരുടെ പേരിൽ അതിൽ മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഗാന്ധിയെ സ്മരിക്കുന്നത് 500ന്റെ നോട്ട് കാണുമ്പോൾ മാത്രമാണ്. കോൺഗ്രസ്സുകാർ ഗാന്ധിയെ സ്മരിക്കുന്നത് 500ന്റെ നോട്ട് കാണുമ്പോഴാണ്. ഞങ്ങൾ ഗാന്ധിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നുണ്ട്. ഗാന്ധിയൻ ആദർശങ്ങൾ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. ഗാന്ധിയുമായി പല വിഷയങ്ങളും ഞങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് സ്വല്പം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ലേശമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ താങ്കൾ പറയുമോ? ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇപ്പോഴും ഈ 2014 ശേഷം ഗോഡ്സേക്ക് വേണ്ടി ഗോഡ്സയെ അനുകൂലിക്കുന്നവർ, ഗാന്ധിജിയെ ഇകഴ്ത്തുന്നവർ, അതിന്റെ നിങ്ങൾ RSSകാരും BJPക്കാരും, നിങ്ങൾ RSSകാരും BJPക്കാരും എത്ര എംപിമാരാണ് ഗോഡ്സയെ കുറിച്ച് പറഞ്ഞത്? ഗോഡ്സേക്ക് ക്ഷേത്രം പണിയുന്നവർ നാണമുണ്ടോ? നിങ്ങൾ വന്നിരുന്നിട്ട് ഞങ്ങളാണ് മഹാത്മാഗാന്ധിയുടെ മഹത്വം പറയാൻ ഉളിപ്പ് വേണം. ഞാൻ പറയുന്നില്ല, കാരണം അങ്ങനെയുള്ളത് ഇല്ലല്ലോ. നിങ്ങൾ കഷ്ടം നട്ടാൽ കുരുക്കാത്ത നുണ ഇങ്ങനെ വന്നെന്ന് പറയാൻ സന്ദീപ് വാര്യനെ കഴിയൂ. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. താങ്കൾ അല്ലല്ല സന്ദീപ് പറഞ്ഞ ഒറ്റ ചോദ്യം. ഞാൻ താങ്കൾ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞതിനെ കുറിച്ച് ആയിക്കോട്ടെ, പ്രധാനമന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും കേട്ടാൽ മനസ്സിലാവില്ലേ? അല്ല താങ്കൾ പറയുന്നു ഒന്നുകിൽ അഭിലാഷ് ഇടപെടുക, അല്ല അഭിലാഷ് എന്നെ പുലഭ്യം പറഞ്ഞ് നിങ്ങൾ കേട്ടോണ്ടിരുന്നല്ലോ. പുലഭ്യം ഒന്നും പറഞ്ഞില്ലല്ലോ. അല്ലല്ല ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞു അല്ലല്ല ജോലി അല്ല, ഒരു വാചകമില്ല. ഞാൻ പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ പറയാം. എന്റെ സമയം കഴിഞ്ഞ് നിങ്ങൾ പറ. എന്റെ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയേ. സ്വാതന്ത്ര്യം കിട്ടി 60 വർഷക്കാലം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഗാന്ധിയൻ ആദർശങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രാജ്യത്തുള്ള മുഴുവൻ പദ്ധതികൾക്കും നെഹ്റു കുടുംബത്തിന്റെ ആളുകളുടെ പേരുകാട്ടത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നടപ്പാക്കാൻ നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഗാന്ധിയെയും നിങ്ങൾ തിരസ്കരിച്ചു. ഗാന്ധിയുടെ ഒരു ചിത്രം പോലും കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലും വെക്കാറില്ല. അവിടെ മുഴുവൻ നെഹ്റു കുടുംബത്തിന്റെ അവദാനങ്ങളാണ് നിങ്ങൾ വാഴ്ത്തിപ്പാടുള്ളത്. അവിടെയാണ് നരേന്ദ്രമോദി വ്യത്യസ്തനായത്. മോദി അധികാരത്തിൽ വന്നപ്പോൾ ഗാന്ധി അടക്കം, സർദാർ പട്ടേൽ അടക്കം, അംബേദ്കർ അടക്കം നിങ്ങൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളിക്കളഞ്ഞ മുഴുവൻ ദേശീയ നേതാക്കളെയും ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി അവർക്ക് ആദരവ് കൊടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ഓരോ പദ്ധതിയിലും ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പദ്ധതി കൊണ്ടുവന്നു. നിങ്ങൾ എന്ത് ചെയ്തു? അന്താരാഷ്ട്ര യോഗ ദിനം തുടങ്ങി 10 അന്താരാഷ്ട്ര യോഗ ദിനം ഒരു അന്താരാഷ്ട്ര യോഗ സ്വച്ഛ ഭാരതുമായി ബന്ധപ്പെട്ട് സ്വച്ഛ ഭാരത് പദ്ധതിയുമായി ഒരു സെക്കൻഡ് അഭിലാഷേ, സ്വച്ഛ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യമെങ്കിലും 10 വർഷക്കാലം ഈ രാഹുൽ ഗാന്ധി ചെയ്തിട്ടുണ്ടോ? ഗ്രാമീണ മേഖലയിൽ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ ശാക്തീകരിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യമെങ്കിലും ആദർശ ഗ്രാമ പദ്ധതി ഭാഗമായിട്ട് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ ഞങ്ങൾ ഗാന്ധിയെ നിത്യം സ്മരിക്കുന്നവരാണ്. നിങ്ങൾ ഗാന്ധിയെ തള്ളി പറഞ്ഞവരാണ്. ഞാൻ ഒറ്റ ചോദ്യം, സവർക്കറുടെ ഫോട്ടോ ഗാന്ധി ഓർത്തിട്ടില്ല. കോൺഗ്രസിനെ പിരിച്ചുവിടാൻ വന്നവരല്ലേ? ഗാന്ധി കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? കോൺഗ്രസിനെ പിരിച്ചുവിടാൻ പറഞ്ഞാലേ? അപമാനിക്കാൻ കഴിയുമോ അവിടെ അപമാനിക്കുന്നു. ഞാൻ ചോദിക്കുന്നത് താങ്കൾ വലിയ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊരു സ്നേഹം! ഇത് ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നത്? ആരാ മഹാത്മാഗാന്ധിയെ വെടിവെച്ചത്? ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നാൽ മതി. അയാളെ ആരാ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്? അയാൾ ഏത് സംഘടനയെ പറ്റിയ ആളായിരുന്നു? അത് മാത്രം മതി മറുപടി.